BJP എംപിമാർ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ ഒരൊറ്റ എണ്ണത്തിന് പോലും യോഗ്യത ഉണ്ടാവില്ല എന്ന് ഓർത്തോളൂ എന്നതാണ് കൃത്യമായി ഇപ്പോൾ സഞ്ജീവ് ഖന്ന തിരിച്ചടിച്ചുകൊണ്ട് പറയുന്നത്. മെയ് മാസം 13-ാം തീയതി തന്റെ സ്ഥാനം ഒഴിയുന്നതിന് മുന്നോടിയായി ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാതെ വിശ്രമിക്കില്ല എന്ന് ഉറപ്പു പറഞ്ഞിരിക്കുകയാണ് സഞ്ജീവ് ഖന്ന. ജാർഖണ്ഡിൽ നിന്നുള്ള BJP എംപിയായ നിഷികാന്ത് ദുബെ പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന തന്റെ നടപടിക്രമങ്ങളിലൂടെ ചെയ്യുന്നത് എന്നാണ്. ഗവർണർമാർക്കും രാഷ്ട്രപതിക്കുമൊക്കെ നിയമസഭയിലും ലോക്സഭയിലും പാസായ ബില്ലുകൾ ഒപ്പുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട സമയപരിധി നിശ്ചയിക്കുന്ന കാര്യം സുപ്രീം കോടതി പരിഗണനയിലിരിക്കവെയാണ് നിഷികാന്ത് ദുബെ ഇത്തരത്തിലൊരു വാചകം അടിച്ചുവിട്ടത്. ഇന്ത്യയിൽ ആഭ്യന്തര കലാപം പല സ്ഥലങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടാൽ അതിനുത്തരവാദി സുപ്രീം കോടതിയാണെന്ന രീതിയിലാണ് നിഷികാന്ത് ദുബെ കോടതിയലക്ഷ്യം നടത്തിയിരിക്കുന്നത്. BJPയുടെ നിരവധിയായ എംപിമാർ ഇതിനോടകം തന്നെ പരസ്യമായും പരോക്ഷമായും കോടതിയലക്ഷ്യം നടത്തിയവരാണ്. അവർ അയോഗ്യരുമാണ്. എന്തുകൊണ്ടാണ് ഓം ബിർളയ്ക്ക് ഉത്തരം മുട്ടിപ്പോയത്? ഇവരെയൊന്നും പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നില്ലേ എന്ന ചോദ്യം ഉയരുകയാണ്. സുപ്രീം കോടതിയെ പറയാൻ ഇവർക്ക് എന്തധികാരമാണ് ഉള്ളത്? ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജനപ്രതിനിധിയായി ചെന്നിരിക്കുന്നത് ജനങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാനാണ്. അവിടെ വലിയ രീതിയിൽ വർഗീയ കലാപമുണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉച്ചരിക്കുകയാണ്. ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ലക്ഷ്യമിട്ടാണ് BJP എംപിമാരിൽ പലരും പ്രവർത്തിക്കുന്നത്. BJP എംപിമാരുടെ അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ അറ്റോർണി ജനറലിനെ കത്തയച്ചുകൊണ്ട് നിരവധിയായ അഭിഭാഷകർ രംഗത്തെത്തുകയാണ്. നിഷികാന്തിന് മാത്രമല്ല, നിലവിൽ BJPയിലെ പല എംപിമാർക്കും മുട്ടൻ പണി പുറകെ വരുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നീക്കമാണ് നടക്കുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും ഇതിന് കൃത്യമായി പ്രത്യാഘാതങ്ങളുണ്ടാകും. പ്രതിപക്ഷം കോടതിയലക്ഷ്യ നടപടികൾ നടത്തിയ BJPക്കാർക്കെതിരെയുള്ള ശക്തമായ നീക്കവുമായി വരികയാണ്. രാജ്യസഭ അധ്യക്ഷനായ ജഗദീപ് ധൻകർ കോടതിയലക്ഷ്യം നടത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും ജയറാം രമേശും പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷം പാർലമെന്റിൽ ഇത് വിവാദമാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ മാത്രം BJP എംപിമാർ വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കൂ എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്. ഇതൊരു പക്ഷേ അടിയന്തരാവസ്ഥയിലേക്കെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നു നിൽക്കുന്നത്.